വാഗമൺ വഴിക്കടവിൽ ചാർജിംഗ് സ്റ്റേഷനിലേക്ക് കാർ ഇടിച്ചു കയറി 4 വയസ്സുകാരൻ മരിച്ചു. നേമം സ്വദേശികളുടെ മകനായ അയാനാണ് മരിച്ചത്. അമ്മ ആര്യയ്ക്കും പരിക്കേറ്റു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണ്. ചാർജിംഗ് സ്റ്റേഷനിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. 4 വയസ്സുള്ള കുഞ്ഞാണ് മരിച്ചത്. ഷിനോജ് ST വിവരങ്ങളുമായി ചേർന്നത്. ഷിനോജ്, ദാരുണമായൊരു സംഭവമാണ്. CCTVയിൽ നിന്നും എന്താണ് വ്യക്തമാകുന്നത്? പൂജ, ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത്. വാഗമൺ വഴിക്കടവിലെ ഈ ചാർജിംഗ് സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ ഒരു അപകടം നടക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ തന്നെ ഒരു കാറ് ഈ സമീപത്ത് ചാർജിംഗ് സ്റ്റേഷനിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് ആ കാറിനുള്ളിൽ ഉണ്ടായിരുന്ന അമ്മയും കുഞ്ഞും ആണ് ഇത്തരത്തിൽ ഈ ചാർജിംഗ് സ്റ്റേഷനിലെ മറ്റൊരു ഭാഗത്ത് സമീപത്ത് തന്നെ ഇത്തരത്തിൽ കസേരയിൽ ഇരിക്കുകയായിരുന്നു. ഈ അമ്മ എന്ന് പറയുന്നത് പാലാ പോളിടെക്നിക് കോളേജിലെ അധ്യാപികയാണ്. ആര്യ മോഹൻ എന്നാണ് പേര്. ഇവരുടെ കുഞ്ഞ് 4 വയസ്സുള്ള അയ്യാൻ. അവര് ഇങ്ങനെ അമ്മയും മകനുമായിട്ട് കസേരയിൽ സമീപത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. ഈ സമീപത്താണ് മറ്റൊരു കാർ ഇത്തരത്തിൽ ഇവിടേക്ക് എത്തുന്നതും. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന അനുസരിച്ചാണെങ്കിൽ ഒന്നുകിൽ ഇവർ ആക്സിലേറ്റർ ബ്രേക്ക് ആണെന്ന് കരുതി ആക്സിലേറ്ററിൽ കാല് ചവിട്ടുകയായിരുന്നു. അങ്ങനെ ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടായി എന്നാണ് ഇപ്പോൾ നാട്ടുകാരിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത്. എന്തായാലും അമ്മയായിട്ടുള്ള ആര്യ മോഹൻ ഇപ്പോൾ ഗുരുതരമായ പരിക്കുകളോടെ പല സ്വകാര്യ ആശുപത്രി, ചെറുപ്പുങ്കലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. മകനെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 4 വയസ്സുള്ള അയാൻ ഈ ആശുപത്രിയിൽ വെച്ച് തന്നെ മരണപ്പെട്ടു. എന്തായാലും വളരെ അതിദാരുണമായ കാർ ആരുടേതാണ് എന്ന് അറിയാമോ? അതിനെക്കുറിച്ച് വിവരം കിട്ടിയോ? ആളുടെ പേര് നിലവിൽ വ്യക്തമല്ല. ഏതായാലും ഈ ഈരാറ്റുപേട്ട ഭാഗത്തുള്ള ഒരാളുടെ കാർ ആണ് എന്നാണ് നിലവിൽ ഇപ്പോൾ പോലീസിന് ഇന്ന് ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത്. ഏതായാലും അയാൾക്കെതിരെ, ഈ വാഹനം ഓടിച്ച വ്യക്തിക്കെതിരെ അസ്വാഭാവിക മരണത്തിനുൾപ്പെടെ പോലീസ് കേസെടുക്കും. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ആശുപത്രിയിൽ കഴിയുന്ന ആര്യമോഹന്റെ അതായത് കുട്ടിയുടെ അമ്മയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇന്ന് വൈകിട്ട് 7 മണിക്കാണ് ഇത്തരത്തിൽ വളരെ ദാരുണമായ രീതിയിലുള്ള ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് ഇത്തരത്തിൽ വളരെ അതിദാരുണമായ രീതിയിലുള്ള ഒരു സംഭവം നടക്കുന്നത്. വഴിക്കടവ് ചാർജിംഗ് സ്റ്റേഷനിൽ ഈരാറ്റുപേട്ടയ്ക്ക് സമീപമുള്ള, അതായത് കോട്ടയത്തിന്റെയും ഇടുക്കിയുടെയും ഏകദേശം ബോർഡറായിട്ട് വരുന്ന പ്രദേശമാണ്. അവിടെയുള്ള ഒരു ചാർജിംഗ് സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ ഈ ഒരു കാർ ഇത്തരത്തിൽ ഇടിച്ചു കയറി കുഞ്ഞിന് വളരെ ദാരുണമായ രീതിയിലുള്ള ഒരു മരണമുണ്ടായിരിക്കും. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല അല്ലേ? അതെ, ഉടൻ സമയം തന്നെ ആ സമയത്ത് തന്നെ നാട്ടുകാരും അതോടൊപ്പം ഈ സമീപത്ത് കൂടെ പോയ ആളുകളൊക്കെ തന്നെ കൂടിച്ചേർന്ന് ഈ കുട്ടിയെയും അതുപോലെ തന്നെ അമ്മയെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ചെറുപ്പമുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ എത്തിയ സമയത്ത് തന്നെ ഈ കുട്ടിയുടെ നില അതീവ ഗുരുതരമായിരുന്നു. ആശുപത്രിയിലെത്തി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് തന്നെ മരണം സ്ഥിരീകരിച്ചു. ഒപ്പം ഈ അമ്മയുടെ നിലയും അതീവ ഗുരുതരമായി തന്നെ ഇപ്പോൾ തുടരുന്നതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത്. അതായത് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. കാറ് വളരെ വേഗതയിൽ അവിടെ അതുവരെ സ്ലോയിലേക്ക് വരുന്നു. അതിനുശേഷം ബ്രേക്കാണെന്ന് കരുതി വാഹനം ഓടിച്ച ആളൊന്നുകിൽ ആക്സിലേറ്റർ ചവിട്ടി എന്നാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്നും ആക്സിലേറ്ററിൽ നമുക്ക് ലഭ്യമാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് ഈ കാർ മുന്നിലേക്ക് എടുക്കുന്നു. ഒരു പ്രതീക്ഷിക്കാതെ ഉള്ള ഒരു വാഹനത്തിന്റെ ഒരു നീക്കമായിരുന്നു. അങ്ങനെ ഈ രണ്ടുപേരും ആ സമയത്ത് തന്നെ വളരെ പരിക്കേൽക്കുന്നു. തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നുള്ള CCTV ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. മുൻപിൽ കസേരയിലിരുന്ന അമ്മയുടെയും മകന്റെയും ദേഹത്തേക്ക് കാർ കയറുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി എങ്കിൽ പോലും കുഞ്ഞ് മരണപ്പെട്ടു. അമ്മ ആര്യയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. നേമം സ്വദേശികളുടെ മകനായ അയാനാണ് മരിച്ചത്. ഷിനോജാണ് വിവരങ്ങൾ നൽകിയത്.